നിങ്ങളൊരു പ്രോൺസ് ലവർ ആണെങ്കിലേ ഈ പ്രോൺസ് കറി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒറ്റൊരു ഐറ്റം മതി ഒരു കിണ്ണം ചോറുണ്ണാൻ. ചോറ് വൈറ്റ് റൈസ് ആണെങ്കിൽ പൊളിക്കും. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രോസൺ ജംബോ കിങ് പ്രോൺസ് അല്ലേ നമ്മുടെ ആൽഡിയിൽ നിന്ന് കിട്ടുന്നത്, അതാണ്. അതൊരു പാക്കറ്റ് വരുന്നത് 170 ഗ്രാമാണ്. 170 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 2.4 യൂറോയേ ഉള്ളൂ അതിന്. ഇന്നൊരു 1/2 കിലോ പ്രോൺസിൻ്റെ കറിയാണ് കേട്ടോ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇച്ചിരി ഒരു എണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുക്കാവേ. കറിക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി 2 തക്കാളി, ഒരു സവാള, കുറച്ച് കറിവേപ്പിലയും, താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും, ഒരു തക്കാളിയും, കുറച്ച് പച്ചമുളകും, പിന്നെ ലവനാണ് നമ്മുടെ മെയിൻ താരം മല്ലിയില. ഈ മല്ലിയിലയുടെയും പിന്നെ തക്കാളിയുടെയും ഒക്കെ ഫ്ലേവറാണ് കേട്ടോ ഈ കറിയെ വളരെ വ്യത്യസ്തമാക്കുന്നത്. പ്രോൺസ് ഫ്രൈ ആക്കിയ പാത്രത്തിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ ഉള്ളിയും കരിവേപ്പിലയും തക്കാളിയും പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിനൊപ്പം 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി ഇതുപോലെ അരച്ചെടുക്കണേ. ശേഷം ഒരു പാനിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ കടുകും പൊട്ടിച്ചിട്ട് ആ ഒരു പിടി ചെറിയുള്ളി തക്കാളി പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റി, എന്നിട്ട് ആ മഷി പോലെ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ അതും ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് അതിലേക്ക് തട്ടിയിടുക. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ഈ കറി ഒരു ഇച്ചിരി ലൂസായിട്ട് വേണം കേട്ടോ ഇരിക്കാൻ. എനിക്ക് പേഴ്സണലി വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് ഈ കറി ഇഷ്ടം. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയും കൂടെ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലേ. ബൈ.